30ാമത് ജെറൂസലം കൺവെൻഷന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 4 ദിവസം നീണ്ടുനിൽക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് തലൂർ ജെറൂസലം ധ്യാനകേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുക. കഴിഞ്ഞ 30 വർഷമായി പതിനായിരങ്ങൾക്ക് ആത്മീയ ഉണർവേകുന്ന ധ്യാന ശുശ്രൂഷകളിൽ സജീവമാണ് തലൂർ ജെറൂസലം ധ്യാനകേന്ദ്രം. ഓരോ വെള്ളിയാഴ്ചകളിലും ഇവിടെ നടക്കുന്ന ഏകദിന കൺവെൻഷനിൽ ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇതിനു പുറമെ തുടർച്ചയായി താമസിച്ചുള്ള ധ്യാനങ്ങളും മലയാളം, തമിഴ് ഭാഷകളിലുള്ള ധ്യാനങ്ങളും ആത്മീയ ശുശ്രൂഷകളും ഇവിടെ നടന്നുവരുന്നു. വർഷം തോറും ആയിരങ്ങൾ പങ്കെടുക്കുന്ന ജെറൂസലം കൺവെൻഷൻ വിപുലമായ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തെ ജെറൂസലം കൺവെൻഷൻ ഡിസംബർ 5, 6, 7, 8 തീയതികളിലാണ്. രാവിലെ 8 മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെയാണ് ഓരോ ദിവസത്തെയും ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഡിസംബർ 5 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് കൺവെൻഷന് തുടക്കമാകും. രാവിലെ 10:30 ശംഷാബാദ് രൂപതാമെത്രാൻ മാർ പ്രിൻസ് പാണയങ്ങാടൻ കൺവെൻഷന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ജെറൂസലം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത് പറഞ്ഞു. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 1995 സെപ്റ്റംബർ മാസം 8-ാം തീയതി ദിവംഗതനായിരിക്കുന്ന മാർ ജോസഫ് കുണ്ടുകുളം പിതാവാണ് ജെറൂസലം വചനകൂടാരത്തിന്റെ അടിത്തറയിട്ടത്. 30 വർഷം പിന്നിടുമ്പോൾ 30ാമത്തെ ജെറൂസലം കൺവെൻഷന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇവിടെ വരുന്ന സകല മക്കളുടെയും കണ്ണുനീര് തുടയ്ക്കുവാൻ, സകല ജനത്തിനെയും അപമാനം എടുത്തു മാറ്റുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു വിശുദ്ധമായ സ്ഥലമാണ് ജെറൂസലേം ധ്യാനകേന്ദ്രം എന്ന് പറയുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ജെറൂസലം വചനകൂടാരത്തിലെ 300ഓളം വരുന്ന പ്രേക്ഷിതരും ഇവിടെയുള്ള എല്ലാ വൈദികരും അപ്പസ്തോല ഗണങ്ങളും പ്രേക്ഷിത ഗണങ്ങളും പ്രാർത്ഥിച്ചൊരുങ്ങിയ പുണ്യഭൂമിയിലേക്കാണ് നമ്മൾ ഇവിടെ കടന്നു വരാനിരിക്കുന്നത്. ഇവിടെ കടന്നു വരുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളെയും സ്നേഹപൂർവ്വം ഉത്ബോധിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങൾ ഈ കൺവെൻഷനിലൂടെ ഈ ദേശം മുഴുവനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൺവെൻഷനിലേക്ക് പ്രാർത്ഥനയോടെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രശസ്ത ധ്യാന ശുശ്രൂഷകരായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ, ഡൊമിനിക് വാളൻമനാൽ, ഫാദർ സെബാസ്റ്റ്യൻ പൂവത്തിങ്കൽ, ഫാദർ ജിൻസ് ചീങ്കല്ലേൽ, ഫാദർ ദേവസ്യ കാനാട്ട്, ഫാദർ ജോബ് പാച്ചേരിയിൽ, ഫാദർ സിജോ തയ്യാലക്കൽ, ബ്രദർ സന്തോഷ് കരുമത്ര എന്നിവർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുമെന്ന് കൺവെൻഷന്റെ മീഡിയ കൺവീനർ ഫാദർ ജോസ് പയ്യപ്പിള്ളി പറഞ്ഞു. ഡിസംബർ 5 മുതൽ ഡിസംബർ 8 വരെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ജെറൂസലം ബൈബിൾ കൺവെൻഷന് നാളെ തുടക്കമാവുകയാണ്. 30 വർഷമായി നടത്തുന്ന ഈ ജെറൂസലം കൺവെൻഷൻ ഈ തൃശ്ശൂർ പ്രദേശത്തിന്റെ തന്നെ ഒരു വലിയ ബൈബിൾ കൺവെൻഷനാണ്. ഈ പ്രദേശത്തെ ഏറ്റവും ആരംഭത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനായി തുടക്കം കുറിച്ചതാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ സജ്ജമായി കഴിഞ്ഞു. വിപുലമായ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രധാന ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതിനോട് ചേർന്ന് ഒരു പന്തലും സജ്ജമാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേർക്ക് ഇവിടെ ഇരുന്ന് സൗകര്യപൂർവ്വം ധ്യാനത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജെറൂസലം ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് അഭിവന്യ പ്രിൻസ് പാണങ്ങാടൻ പിതാവാണ്, ശംഷാബാദ് രൂപതയുടെ മെത്രാൻ. ഇനി എല്ലാവരും 5-ാം തീയതിയിലെ ഈ വചനപ്രഘോഷണ ദിനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രധാന ഹാളിന് പുറമെ 15,000-ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന 60,000 സ്ക്വയർ ഫീറ്റ് പന്തലും മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കിയതായി ജനറൽ കൺവീനർ ഫാദർ തോമസ് ഞുണ്ടിക്കൽ പറഞ്ഞു. ഈശോയിൽ സ്നേഹമുള്ളവരെ, 30ാമത് ജെറൂസലേം ബൈബിൾ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ ഏറ്റവും വിപുലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഏകദേശം 10,000-ഓളം ആൾക്കാർക്ക് ഇരുന്ന് പങ്കെടുക്കുവാനായിട്ട് പന്തൽ ഒരുക്കിയിട്ടുണ്ട്. 60,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു പന്തലാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ താമസിച്ച് ധ്യാനത്തിന് പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ രോഗികളായിട്ടുള്ള ആൾക്കാർക്കും ഇവിടെ കിടക്കുവാനും ധ്യാനത്തിൽ പങ്കെടുക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ജെറൂസലേം ബൈബിൾ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ധ്യാനത്തിൽ പങ്കെടുക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ 4 ദിവസങ്ങളിലായി ഇവിടെ താമസിച്ച് ധ്യാനം കൂടുന്നതിനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആത്മീയാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ്
ഇവിടെ എത്തിച്ചേരുക. 30ാമത് ജെറൂസലം ബൈബിൾ കൺവെൻഷനായി കലൂർ ജെറൂസലം ധ്യാന കേന്ദ്രം ഒരുങ്ങിക്കഴിഞ്ഞു. ആയിരങ്ങളാണ് ഈ വരുന്ന 4 ദിവസങ്ങളിലായി ആത്മീയ ഉണർവേകുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് ഒഴുകിയെത്തുക. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.